പരിപാടിക്ക് പോകരുത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തവരൊക്കെ അയച്ചത് കറക്റ്റാണ്. നിങ്ങൾക്ക് ആ മെത്തേഡുകളും കാര്യങ്ങളും എല്ലാം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് നോക്കാനുള്ളത് സെയിം ഇത് തന്നെ, ഹീറ്റ് ട്രാൻസ്ഫർ ത്രൂ ഹൊറിസോണ്ടൽ പ്ലേറ്റ്. അതായത് നമ്മൾ നാച്ചുറൽ കൺവെക്ഷൻ ആണ് പഠിക്കുന്നത്. നാച്ചുറൽ കൺവെക്ഷനിൽ റെയ്നോൾഡ്സ് നമ്പർ അല്ല, റെയ്ലീസ് നമ്പർ ആണ് നോക്കുന്നത്. അത് GR PR നോക്കിയിട്ടാണ് ടർബുലന്റ് ആണോ അല്ലെങ്കിൽ ലാമിനാർ ആണോ എന്ന് മനസ്സിലാക്കുന്നത്. അപ്പൊ ഇവിടെ ഹൊറിസോണ്ടൽ, നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചത് വെർട്ടിക്കൽ പ്ലേറ്റ് ആണ്. വെർട്ടിക്കൽ പ്ലേറ്റിൽ കൂടെ ഉള്ള ഫ്രീ കൺവെക്ഷനും അതുപോലെ ഇതല്ല, ഓക്കെ, അതിൻ്റെ അതിനകത്ത് ഇട്ടില്ല. വെർട്ടിക്കൽ പ്ലേറ്റിൽ കൂടെ ഉള്ളതും അതേപോലെ വെർട്ടിക്കൽ ട്യൂബിൽ കൂടെ ഉള്ളതും. ഇപ്പം നമ്മൾ പഠിക്കാൻ പോകുന്ന ഹൊറിസോണ്ടൽ പ്ലേറ്റിൽ കൂടെ ഉള്ളത്. അപ്പൊ ഇവിടെ ഒരു വ്യത്യാസം ഒന്ന് നോക്കിയേ, ഇത് നോക്കിയേ, വിഡ്ത്ത് W, ലെങ്ത് L. അപ്പോൾ നമ്മൾ നസൽസ് നമ്പർ കണ്ടുപിടിക്കുമ്പോൾ ഇവിടുത്തെ ഒരു വ്യത്യാസം വരുന്നത്, അതായത് ഹൊറിസോണ്ടൽ പ്ലേറ്റ്, ഹൊറിസോണ്ടൽ ആയിട്ടിരിക്കുന്ന ഒരു പ്ലേറ്റിൽ കൂടെയുള്ള ഹീറ്റ് ട്രാൻസ്ഫർ പറയുന്നത്. അതായത് നമ്മൾ നാച്ചുറൽ കൺവെക്ഷന് വരുമ്പോൾ അതിന്റെ ഓറിയന്റേഷൻ അതിന് ബന്ധമുണ്ടെന്ന് പറഞ്ഞു. നാച്ചുറൽ കൺവെക്ഷൻ വരുമ്പോൾ കഴിഞ്ഞ 2-3 കണക്കുകൾ നമ്മൾ ചെയ്തത് വെർട്ടിക്കലായിട്ട് വെച്ചിരിക്കുന്നതായിരുന്നു. ഇത് ഹൊറിസോണ്ടലായിട്ട് വെച്ചിരിക്കുന്നത്, അതായത് ഫ്രീ കൺവെക്ഷനിൽ ഹൊറിസോണ്ടലായിട്ട് വെച്ചിരിക്കുന്ന പ്ലേറ്റിന്റെ കൺവെക്ഷൻ എങ്ങനെയാണ്, അതിന്റെ റേറ്റ് എങ്ങനെയാണ് നടക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ലെങ്ത് അല്ലെ സിഗ്നിഫിക്കന്റ് ലെങ്ത് അല്ലെ കറക്റ്റഡ് ലെങ്ത് എന്ന് പറഞ്ഞ LC യൂസ് ചെയ്യുന്നുണ്ട്. അതായത് നസൽസ് നമ്പർ ഈക്വൽ ടു HL/K ആണ്. അതിനകത്ത് ഈ LC HL ലെങ്ത് എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ കണക്കുകളിലെല്ലാം ലെങ്ത് ആയിരുന്നു എടുത്തത്. പക്ഷെ ഇവിടെ നമ്മൾ width/2 ആണ് ക്യാരക്ടറിസ്റ്റിക് ലെങ്ത് എന്ന് പറയുന്നത്. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ ഹൊറിസോണ്ടൽ പ്ലേറ്റ് വരുമ്പോൾ. അതിന്റെ ഇക്വേഷനും വ്യത്യാസമുണ്ട്. ഡേറ്റ ബുക്കിലേക്ക് പോയി കഴിഞ്ഞാൽ ഡേറ്റ ബുക്ക് പേജ് നമ്പർ എടുത്ത് നിങ്ങളുടെ ഫ്രീ കൺവെക്ഷന്റെ പേജ് നമ്പർ എത്രയാ? 135 എടുക്കുക. 135 1 സെക്കൻഡ്, 135 ഫ്രീ കൺവെക്ഷൻ ഉണ്ട്. അവിടുന്ന് നമ്മൾ നേരെ വെർട്ടിക്കൽ സർഫസ് ആണ് ഫസ്റ്റിൽ കിടക്കുന്നത്. ഇവിടെ വെർട്ടിക്കൽ സർഫസ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ താഴോട്ട് വന്ന് നോക്കുമ്പോൾ, നിങ്ങളെല്ലാം തുറക്കും കേട്ടോ ഞാൻ പറയുമ്പോൾ, അത് ലാമിനാർ ആണോ ടർബുലന്റ് ആണോ. ഇവിടെ നോക്കി, ഹൊറിസോണ്ടൽ പ്ലേറ്റിന്റെ ഇക്വേഷൻ 2.1.1 കിടപ്പുണ്ട്. ഷോണിന്റെ കയ്യിൽ ഡേറ്റ ബുക്ക് ഉണ്ടോ? ഷോൺ മറ്റേ PDF നോക്കുന്നത്. നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇതാ നോക്കുക, ഹൊറിസോണ്ടൽ പ്ലേറ്റ്. ഇതില് 2 കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്. നോക്കി അവിടെ ആ കണ്ടീഷൻ ഒന്ന് വായിച്ചേ, അമൽജിത്ത് ഇല്ലേ? അമൽജിത്തെ അൺമ്യൂട്ട് ചെയ്ത് ആരോമല ഒന്ന് വായിച്ച. ആരോമല, ഹൊറിസോണ്ടൽ പ്ലേറ്റ് കണ്ടോ? upper surface heated or lower surface cooled, constant wall temperature. ഓക്കെ, അതായത് ഒരു ഹൊറിസോണ്ടൽ പ്ലേറ്റ് ഉണ്ടെങ്കിൽ അതിന്റെ ഒരു കണ്ടീഷൻ പറഞ്ഞിരിക്കുന്നത് അപ്പർ സർഫസ് ഹീറ്റ് ആയിക്കൊണ്ടിരിക്കുകയും അത് ലോവർ സർഫസ് കൂൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള നസൽസ് നമ്പർ തന്നിട്ടുണ്ട്. ഞാൻ നസൽസ് നമ്പർ എടുക്കണമെങ്കിൽ ഗ്രഷോഫ് GR/PR ഈ റേഞ്ചിൽ വരണമെന്ന് കിടപ്പുണ്ട്. ദെൻ നെക്സ്റ്റ് പേജിലോട്ട് പോയാൽ 2.1.2 എടുത്തു കഴിഞ്ഞാൽ അപ്പർ സർഫസ് കൂൾഡ് ഓർ ലോവർ സർഫസ് ഹീറ്റഡ്, അതായത് നേരെ ഓപ്പോസിറ്റ്. നേരെ കഴിഞ്ഞ കണക്കിൽ മുകളിൽ ഹീറ്റ് ചെയ്യുമായിരുന്നു, ഇവിടെ കൂൾ ചെയ്യുമായിരുന്നു. അപ്പൊ അതിന്റെ ഇക്വേഷൻ ഇനി നേരെ തിരിച്ച് മുകളിൽ കൂൾ ചെയ്യുന്നു, താഴെ ഹീറ്റ് ചെയ്യുന്നു. അപ്പൊ അതിന്റെ ഇക്വേഷൻ ഇതാണ്. അപ്പൊ GR/PR ഇതിന്റെ ഇടയ്ക്ക് വരണം. അപ്പൊ അങ്ങനെയാണ് അതിന്റെ ഇക്വേഷൻസ് താഴോട്ട് പോകുന്നത്. ആ ഇക്വേഷൻ മാത്രം എടുക്കേണ്ടി എങ്ങനെയാണെന്ന് മാത്രം അറിഞ്ഞാൽ ഈ പ്രോബ്ലം ഒന്ന് നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതിക്കുക പെട്ടെന്ന്. എല്ലാവരും എഴുതിയിട്ട് പറ. ഹൊറിസോണ്ടൽ പ്ലേറ്റ് എഴുതിക്കുക എല്ലാവരും. ഇതെഴുതിയിട്ട് ഹീറ്റ് ട്രാൻസ്ഫർ ത്രൂ ഹൊറിസോണ്ടൽ പ്ലേറ്റ് ഹെഡിങ് എഴുതിയിട്ട് ഫ്രീ കൺവെക്ഷൻ എഴുതുക. ദെൻ സിഗ്നിഫിക്കന്റ് ലെങ്ത്. ഇവിടെ LC ഷുഡ് ബി യൂസ്ഡ് ഓൺലി ഫോർ കാൽക്കുലേഷൻ ഓഫ് നസൽസ് നമ്പർ എന്ന് എഴുതണം. NU. അമൽദേവേ എഴുതുന്നുണ്ടോ?
വൈശാഖ് വിചാരിച്ച് ചെയ്തോ? ഇത് എഴുതി കഴിയുമ്പം പറ കേട്ടോ നിങ്ങൾ പെട്ടെന്ന്. വൈശാഖ് കേക്കാവോ? സാർ. റീചാർജ് ചെയ്തോ? ഒരു കണക്ക് ചെയ്തിട്ടുള്ളൂ. എന്ത് ചെയ്യാ? ഒരെണ്ണം കൂടെ അതയച്ചില്ലല്ലോ. നെറ്റ് ഓഫർ തീർന്നിരിക്കുക. ഇന്ന് രാവിലെ ഞാൻ ചെയ്തു. ഞാൻ പറയുന്നത് കൃത്യമായിട്ട് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് കേട്ടോ. ഇനി മുതൽ 2-3 കണക്കൊക്കെ ഒരു ദിവസം ഉണ്ട്. അപ്പൊ എല്ലാം കൂടെ പെൻഡിങ് ആയ ഒരെണ്ണം തന്നെ ചെയ്യാൻ സമയമെടുക്കും. അപ്പൊ കൃത്യമായിട്ട് അത് ചെയ്തു പോയില്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെയാണ് ബുദ്ധിമുട്ട്. ഞാൻ പറഞ്ഞല്ലോ, പരീക്ഷ സമയത്ത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവുന്ന ഒരു സബ്ജക്റ്റ് അല്ല ഇത്. കൃത്യമായിട്ട് അന്നന്ന് മനസ്സിലാക്കി പോയാൽ അതെന്നാലൊന്നും വരാത്തവരൊന്നും അടുത്ത ദിവസം അതെങ്ങനെയാ പഠിപ്പിച്ചതെന്ന് പോലും ഒന്നും ചോദിക്കുന്നില്ല. അപ്പൊ എന്റെ ആവശ്യം പോലാണ് നിങ്ങളെ നോട്ട് എഴുതിപ്പിക്കുക, കണക്ക് ചെയ്യിപ്പിക്കുക എന്നുള്ളത്. എഴുതി കഴിഞ്ഞോ ആരോമല? എഴുതി കഴിഞ്ഞിട്ട് പറ. കഴിഞ്ഞോ? ബാക്കി എല്ലാവരും? ഷോൺ, ഷെറിൻ? ഓക്കെ. അപ്പോ നോക്കിയേ, ഇവിടെയുള്ള വ്യത്യാസം. അതായത് ഈ ഹൊറിസോണ്ടൽ പ്ലേറ്റിലെ കാര്യങ്ങൾ മാത്രമാണ് ഈ പറയുന്നത്. വിഡ്ത്ത് ബൈ 2 ആണ്. എല്ലാം കൂടെ കൺഫ്യൂഷൻ ആകരുത്. അതുകൊണ്ടാണ് ഓരോന്നും സെപ്പറേറ്റ്ലി പഠിപ്പിക്കുന്നത്. ദെൻ ഈ ക്വസ്റ്റ്യൻ എഴുതുക. A horizontal plate of 800 mm length and 200 mm width is at 160 degrees Celsius and is exposed to still air at 20 degrees Celsius. Determine heat loss from both the surfaces. അക്ഷയ് ഷാജി ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ. ബാക്കി എല്ലാ കണക്കും ചെയ്തിരുന്നോ? ഇല്ലല്ലോ. ഒരെണ്ണം എന്ത് ചെയ്യും? ഇന്ന് 2 ഉണ്ട്. അപ്പൊ ഇതെല്ലാം കൂടെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവില്ലേ? അപ്പൊ ഇന്നുള്ളത് ഇന്ന് കംപ്ലീറ്റ്ലി വെക്കണം എല്ലാവരും. മിക്കത്തരം നാളെ മുതൽ ഞാൻ കേൾക്കുന്നില്ല ക്ലാസ്സിൽ. എഴുതി കഴിഞ്ഞിട്ട് പറയാട്ടോ. കഴിഞ്ഞോ? ഓക്കെ. ഓക്കെ. അപ്പൊ നോക്കുക, എ ഹൊറിസോണ്ടൽ പ്ലേറ്റ്, ഒരു സെക്കൻഡ്, 800 mm ലെങ്ത്. അപ്പൊ അതിനെ മീറ്ററിലോട്ടാക്കി എന്ത് വരും? 0.8 മീറ്റർ. ദെൻ 200 mm വിഡ്ത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിനെ മീറ്ററിലോട്ടാക്കി 0.2. അപ്പൊ നമ്മൾ ഹൊറിസോണ്ടൽ പ്ലേറ്റ് ആന്ന് പറഞ്ഞ് അതിന്റെ ഒരു പടം വരച്ചു. ഓക്കെ, അതാണ് ഫസ്റ്റിൽ ചെയ്യേണ്ടത്. ഈ സെറ്റ് 160 ഡിഗ്രി സെൽഷ്യസ്. അപ്പോ ഈ ഒരു പ്ലേറ്റിന്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് TW 160 ഡിഗ്രി സെൽഷ്യസ്. ദെൻ ആൻഡ് ഈസ് എക്സ്പോസ്ഡ് ടു സ്റ്റിൽ എയർ അറ്റ് 20 ഡിഗ്രി സെൽഷ്യസ്. അതായത് എക്സ്പോസ്ഡ് ടു പറഞ്ഞിട്ടുള്ളൂ. ഇനി അത് ഫ്രീ ഫോഴ്സ്ഡ് കൺവെക്ഷൻ ആയിരുന്നെങ്കിൽ അവിടെ എന്ത് ചെയ്യുന്നത്? എക്സ്പോസ്ഡ് ടു എയർ അറ്റ് 5 മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞ് തന്നേനെ. അതായത് ഇവിടെ വെലോസിറ്റി തന്നിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ആദ്യം മനസ്സിലാക്കി. ഇതിപ്പം ഇതിന്റെ ഈ ഒരു പഠിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ കൂടെ നിങ്ങൾക്ക് ചെയ്യാൻ എളുപ്പമാണ്. പക്ഷെ പരീക്ഷയ്ക്ക് വന്നു കഴിഞ്ഞാൽ അത് ഫ്രീ കൺവെക്ഷൻ ആണോ ഫോഴ്സ്ഡ് കൺവെക്ഷൻ ആണോ എന്ന് നമുക്ക് മനസ്സിലാക്കിയേ പറ്റൂ. ഇപ്പം പഠിച്ചു പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും അതെന്തായാലും ഫ്രീ കൺവെക്ഷൻ ആയിരിക്കും. അപ്പൊ അത് മനസ്സിലാക്കുക. എക്സ്പോസ്ഡ് ടു സ്റ്റിൽ എയർ, ഇവിടെ വെലോസിറ്റി തന്നിട്ടില്ല, അറ്റ് 20 ഡിഗ്രി സെൽഷ്യസ്. അപ്പൊ അറ്റ്മോസ്ഫിയറിലെ ആ T ഇൻഫിനിറ്റി എന്ന് പറഞ്ഞ ടെമ്പറേച്ചർ എന്താണ്? 20 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞു. ഡിറ്റർമൈൻ ഹീറ്റ് ലോസ് ഫ്രം ബോത്ത് സർഫസ്. അതായത് അപ്പർ സർഫസിൽ കൂടെ ലോവർ സർഫസിൽ കൂടെ എന്താണ് കൺവെക്ഷൻ നടക്കുന്നുണ്ട്. അതായത് രണ്ടും ഓപ്പൺ ആയിട്ട് വെച്ചിരിക്കുക അല്ലേ? അപ്പോ അപ്പർ സർഫസിൽ കൂടെ കൺവെക്ഷൻ നടക്കുന്നുണ്ട്, ലോവർ സർഫസിൽ കൂടെ കൺവെക്ഷൻ നടക്കുന്നുണ്ട്. അപ്പം ഹീറ്റ് ലോസ് നമ്മൾ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് Q, ടോട്ടൽ Q. അതായത് ടോട്ടൽ Q എന്ന് പറയുമ്പോൾ Q അപ്പറിലെ പ്ലസ് ലോവറിലെ. അപ്പം അപ്പറിലെ പ്ലസ് ലോവറിലെ ടോട്ടൽ കണ്ടുപിടിക്കണം അല്ലേ?
അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? നോർമലി ചെയ്യുന്നത് പോലെ തന്നെ നിങ്ങൾ എഴുതാൻ പറയട്ടെ, കേൾക്കുക, ഞാൻ നിങ്ങൾക്ക് സമയം തരം ചെയ്യാം. മീൻ ഫില്ലിംഗ് ടെമ്പറേച്ചർ കണ്ടുപിടിക്കുക അല്ലേ? അതായത് ഇവിടുത്തെ വോൾ ടെമ്പറേച്ചർ TW, അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ T∞. അപ്പൊ TW + T∞/2 90°C. എന്നിട്ട് ആ 90°C കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ എടുക്കണം. അതിന് മുമ്പേ നമുക്ക് ഒരു കാര്യം കൂടെ ചെയ്തങ്ങ് നിർത്താം. നമ്മൾ പറഞ്ഞു ഹൊറിസോണ്ടൽ പ്ലേറ്റ് വരുമ്പോഴുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് ക്യാരക്ടറിസ്റ്റിക്സ് LC. അത് വിഡ്ത്ത് ഡിവൈഡ് ബൈ 2. വിഡ്ത്ത് എത്രയാണോ അതേ ഡിവൈഡ് ബൈ 2. ഇത് ഹൊറിസോണ്ടൽ പ്ലേറ്റിന് മാത്രം ആപ്ലിക്കബിൾ ആണ്, അതുകൊണ്ട് മാറരുത്, നിങ്ങളത് മനസ്സിലാക്കുക. അപ്പൊ അതിനെ മീറ്റർ ആക്കിയിട്ട് എന്ത് കിട്ടും? 0.1 മീറ്റർ എന്ന് കിട്ടും. ഇനി നമ്മൾ എന്ത് ചെയ്യാം? പേജ് നമ്പർ 34 പോവാം. എനിക്ക് ആ PDF ഞാൻ ഒന്ന് എടുത്തോട്ടെ. പേജ് നമ്പർ 34 നിങ്ങളുടെ എനിക്ക് തോന്നുന്നു 42 ആണ്. അപ്പൊ അതിന് 90°C കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂസ് ഒക്കെ ഒന്ന് പറഞ്ഞ്. ഹലോ ഹലോ സാർ വാല്യൂസ് ഒക്കെ എന്ന് പറഞ്ഞാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള 90°C. ഞാൻ ഡേറ്റ ബുക്കിലെ പേജ് ഒന്ന് എടുക്കട്ടെ. ആരെങ്കിലും റെസ്പോണ്ട് ചെയ്യടാ, കിട്ടിയോ? സാർ അതെന്താണ് 0.972 അതെന്തുകൊണ്ടാണ് നമ്മൾ ഈ പേജ് എടുത്തത്? 34 നേരത്തെ 22 ഒക്കെ എടുത്തിട്ടില്ല, എന്തുകൊണ്ടാണ് എടുത്തത് ഷോണെ? properties of gas at atmospheric pressure. അതായത് ഇവിടെ സ്റ്റിൽ എയർ അല്ലേ, അപ്പൊ അതുകൊണ്ടാണ് ആ പേജിലേക്ക് പോയത്. ലിക്വിഡ് ആയിരുന്നെങ്കിൽ അതിന്റെ പേജിലേക്ക് പോയാണ്. ഇപ്പൊ 90°C കറസ്പോണ്ടിങ് ആയിട്ടുള്ള റോ എടുത്തെഴുതുക, എല്ലാ സാധനങ്ങളും എടുത്തെഴുതുക. അപ്പൊ നമുക്ക് ആ വാല്യൂസ് എല്ലാം കിട്ടിയല്ലോ. ദെൻ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഗ്രഷോഫ്സ് നമ്പറിനെ എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടതെന്ന് അറിയാം. ഇപ്പൊ ഗ്രഷോഫ്സ് നമ്പർ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മുടെ ഡേറ്റ ബുക്കില് എന്താ നോക്കി, ഇവിടെ അതിനി ഇവിടെ 1 സെക്കൻഡ് അതൊന്നും എടുത്തോട്ടെ. ഡേറ്റ ബുക്കിലെ ആ ഗ്രഷോഫ്സ് നമ്പറിന്റെ വാല്യൂ കിടക്കുന്ന ഒന്ന് എടുത്തേ. ഞാൻ അതൊന്നും എടുത്തോട്ടെ. നോക്കിയേ, ഗ്രഷോഫ്സ് നമ്പറിന്റെ ഇവിടെ കിടപ്പുണ്ട് G ബീറ്റ ഡെൽറ്റ L³ റോ സ്ക്വയർ ബൈ മ്യൂ സ്ക്വയർ. അപ്പൊ ഈ റോ സ്ക്വയർ ബൈ മ്യൂ സ്ക്വയറിന് പകരമാണ്, നിങ്ങൾക്ക് ഇത് കാണാമല്ലോ, ഈ റോ സ്ക്വയർ ബൈ മ്യൂ സ്ക്വയറിന് പകരമാണ് നമ്മൾ ഡിവൈഡ് ബൈ ന്യൂ സ്ക്വയർ കൊടുക്കുന്നത്. റോ ബൈ മ്യൂ ആണ് ന്യൂ എന്ന് പറഞ്ഞ്, അല്ലെ മ്യൂ ബൈ റോ ആണ് ന്യൂ എന്ന് പറഞ്ഞ് നമ്മൾ താഴെ കൊടുത്തിരുന്നു. അപ്പം നമുക്കറിയാം G ബീറ്റ ഡെൽറ്റ T L. അപ്പൊ ആ L എന്ന് പറയുന്നത് നമ്മൾ എടുക്കേണ്ടത് ഈ പറഞ്ഞ ക്യാരക്ടറിസ്റ്റിക്സ് ലെങ്ത് ആണ്. ഓക്കെ, ആ ലെങ്ത് എന്ന് പറയുന്നത് ക്യാരക്ടറിസ്റ്റിക്സ് ലെങ്ത് ഏതാ? W/2. അപ്പൊ അത് എഴുതുക. അപ്പൊ നമുക്ക് GR PR കിട്ടും അല്ലെ. പിന്നെ ബീറ്റ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ബീറ്റയിൽ കൺഫ്യൂഷൻ ഉണ്ടാകരുത്, അത് കെൽവിൻ ആക്കിയതിന് ശേഷമാണ് ബീറ്റ നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ദെൻ നമ്മൾ ചെയ്യേണ്ടത് 2 ഇക്വേഷൻ എടുക്കണം. അതായത് ഡേറ്റ ബുക്കിൽ എന്താ നോക്കിയേ, ഫ്രീ കൺവെക്ഷൻ, അതിനകത്ത് ഹൊറിസോണ്ടൽ പ്ലേറ്റിന്റെ അവിടെ പോവുക. പേജ് നമ്പർ എൻ്റെ 136, അപ്പൊ നിങ്ങളുടെ 142 ആയിരിക്കും. ഹൊറിസോണ്ടൽ പ്ലേറ്റിൽ പോവുക, അവിടെ അപ്പർ സർഫസ് ഹീറ്റഡ് ഉണ്ട്, ലോവർ സർഫസ് കൂൾഡ് ഉണ്ട്. അപ്പൊ അപ്പർ സർഫസ് ഹീറ്റഡ്, ലോവർ സർഫസ് കൂൾഡ്. അപ്പൊ 2 കണ്ടീഷൻ എടുക്കണം. അപ്പർ സർഫസ് കൂൾ ആയിരിക്കുന്നേയും ലോവർ സർഫസ് കൂൾ ആയിരിക്കുന്നേയും 2 കണ്ടീഷനും എടുക്കുക. 2 കണ്ടീഷനും എഴുതിയിട്ട് അതിന്റെ ടോട്ടൽ Q എന്ന് പറയുന്നത്, Q ലോസ് എന്ന് പറയുന്നത് Q അപ്പർ പ്ലസ് Q ലോവർ ആണ്. ഓക്കെ, അപ്പോ ഡേറ്റ ബുക്കിലെ നോക്കിയേ, അപ്പർ സർഫസ് ഹീറ്റഡ് ഓർ ലോവർ സർഫസ് കൂൾഡ്, ഇതിലെ ഏത് ഇക്വേഷൻ ആണ് എടുക്കേണ്ടത്? ആ ഇക്വേഷനിൽ നോക്കുക, നമുക്ക് കിട്ടിയ ഗ്രഷോഫ് നമ്പർ ഇതിനും ഇടയ്ക്കാണെങ്കിൽ ഈ വാല്യൂ എടുക്കുക. ഇനി 8 × 10⁶നും 10⁻11 ഇടയ്ക്കാണെങ്കിൽ ഈ നസൽസ് നമ്പർ എടുക്കുക. എന്നിട്ട് എന്താ നസൽസ് നമ്പർ കണ്ടുപിടിക്കുക. ദെൻ ഇവിടെ എന്താണ്? ഈ ഇക്വേഷൻ എടുക്കുക, അപ്പർ സർഫസ് കൂൾഡ്, അതായത് Q അപ്പർ പ്ലസ് Q അപ്പർ ഈസ് കൂൾഡ്, അതുപോലെ ലോവർ ഈസ് കൂൾഡ്. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത് ഷോണെ? ഹലോ ഷോൺ,
വൈശാഖ് സാർ മനസ്സിലാകുന്നോ പറയുന്നത്? സാർ ഒന്നുകൂടി sir. പറഞ്ഞു. ഓക്കെ, പറഞ്ഞുതരാം. അക്ഷയ്, ഷാജി, അഭിഷേക്, ഷെറിൻ, മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? അതായത് ഗ്രഷോഫ് നമ്പർ വരെ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. വൈശാഖ് അതുവരെ മനസ്സിലായോ? ഓക്കെ ആണോ? അതുവരെ ഓക്കെ. ദെൻ അപ്പർ സർഫസ്, നമുക്ക് ഈ ഒരു ഹൊറിസോണ്ടൽ പ്ലേറ്റിന്റെ കേസിൽ നമ്മൾ അപ്പർ സർഫസും ലോവർ സർഫസും കൺസിഡർ ചെയ്യണം. അതായത് ടോട്ടൽ ക്യൂ ലോസ് ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അപ്പർ സർഫസ് കൂളായിരിക്കുമ്പോഴും ലോവർ സർഫസ് കൂളായിരിക്കുമ്പോഴും ഉള്ള ഹീറ്റ് ലോസ് കണ്ടുപിടിക്കണം. അതിനുവേണ്ടി ഡേറ്റാ ബുക്കിൽ 2 ഇക്വേഷൻ നമുക്ക് കിടപ്പുണ്ട്. അപ്പർ സർഫസ് ഹീറ്റഡ് ആയിട്ടുള്ളതും ലോവർ സർഫസ് കൂൾഡ് ആയിട്ടുള്ളതും ഉണ്ട്. അതുപോലെ അപ്പർ സർഫസ് കൂൾഡ് ആയിട്ടും ലോവർ സർഫസ് ഹീറ്റഡ് ആയിട്ടുള്ള 2 ഇക്വേഷൻസ് ഉണ്ട്. അപ്പൊ 2 ഇക്വേഷനും നമ്മൾ കൺസിഡർ ചെയ്യണം. അപ്പോൾ നമ്മൾ നസൽസ് നമ്പർ ഫസ്റ്റ് ഇക്വേഷൻ എഴുതി. അപ്പർ സർഫസ് കൂൾ ആയിരിക്കുമ്പോൾ 0.27 GRPR 0.25. ദെൻ ലോവർ സർഫസ് കൂൾഡ് ആയിരിക്കുമ്പോൾ ആ തൊട്ട് മേളിലും താഴെ കിടപ്പുണ്ട് നസൽസ് നമ്പർ എഴുതി. ഏതിന്? അതായത് ഗ്രഷോഫ്സ് നമ്പറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇക്വേഷൻ എടുത്തു. ദെൻ നമ്മൾ എന്ത് ചെയ്യുന്നു? നസൽസ് നമ്പർ കിട്ടുന്നു, അതിൽ HLC/K കിട്ടുന്നു. അവിടെ വരെ LC ഇട്ട് കൊടുക്കേണ്ടത് എന്താണ്? ക്യാരക്ടറിസ്റ്റിക്സ് ലെങ്ത് ആണ്, അതായത് W/2. അതിൽ നിന്ന് നമുക്ക് H കിട്ടുന്നു. ഇവിടെ അപ്പർ സർഫസ് കൂൾ ആയിരിക്കുമ്പോഴും ലോവർ സർഫസ് കൂൾ ആയിരിക്കുമ്പോഴും ഇക്വേഷനിൽ നിന്ന് H കിട്ടും. ഓക്കെ, അപ്പൊ ഇവിടെ വരെയുള്ളൂ നമ്മൾ LC എന്നിവ യൂസ് ചെയ്യുന്നത്. ദെൻ നമ്മൾ Q കണ്ടുപിടിക്കേണ്ടത് എന്താ? Q അപ്പർ എന്ന് പറയുന്നത് HA∆T. അതിനകത്ത് Hന്റെ വാല്യൂ നമുക്ക് അപ്പറിന്റെ കിട്ടി. അതേ ഇൻറ്റു ഏരിയ എന്ന് പറയുന്നത് എന്താ? 0.8 × 0.2. അവിടെ നമുക്ക് ലെങ്ത് അല്ല എടുക്കേണ്ടത്, ആക്ച്വൽ തന്നിരിക്കുന്നത്, അതായത് LC അല്ല കൺസിഡർ ചെയ്യേണ്ട, ആക്ച്വൽ തന്നിരിക്കുന്ന ഏരിയയുടെ, അതായത് ലെങ്ത് ബ്രെഡ്ത്തും ആണ് എടുക്കേണ്ടത്. അതേപോലെ ഇവിടെ Q ലോവറിനെ കിട്ടും. ദെൻ Q ലോസ് Q അപ്പർ പ്ലസ് Q ലോവർ ചെയ്താൽ മതി. ഓക്കെ, ചെയ്തത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി നിങ്ങളൊന്ന് ചെയ്ത് ഇപ്പം തന്നെ ചെയ്യുക, ആൻസർ പറയുക. ആദ്യമേ ഈ പടം വരയ്ക്കുക. ഷെറിൻ മനസ്സിലായോ പറഞ്ഞു? സാർ ഒന്നുകൂടി പറയാമോ? ഒന്നുകൂടെ പറയാ. ഈ തുടക്കം എഴുതിക്കോ, തുടങ്ങിക്കോ. ഒരു കാര്യം ചെയ്യും, എഴുതിക്കൊണ്ട് പറഞ്ഞോ. ഷെറിൻ പറഞ്ഞോ, ഞാൻ എൻ്റെ അകത്ത് പറഞ്ഞോളാം. ഫസ്റ്റിൽ ആ പടം വരച്ചോ? സാർ പടം വരച്ച്. ഇനി എന്താണ് ചെയ്യേണ്ടത്? ക്വസ്റ്റ്യൻ ഒന്നുകൂടെ ഒന്ന് വായിച്ചേ. ഉറക്കെ വായിച്ചൊന്ന്. ഷെറിനെ അഡ്മിറ്റ് ചെയ്യും. Horizontal plate of 800 mm. ഷെറിനെ അഡ്മിറ്റ് ചെയ്യടാ. ഹലോ സാർ. പറഞ്ഞോ, നീ പറഞ്ഞോണ്ടിരുന്നോ? A horizontal plate of 800 millimeter into 200 millimeter is at 160 degrees Celsius and is exposed to still air at 20 degrees Celsius. Determine heat loss from the both surfaces. ഇനി ഓരോന്ന് എടുത്ത് എഴുതിക്കേ. ലെങ്ത് എത്ര, ബ്രെഡ്ത്ത് എത്ര, അതെല്ലാം എടുത്ത് എഴുതിക്കേ. ഗിവൺ ഡേറ്റ എന്ന് പറഞ്ഞിട്ട് എല്ലാരും എഴുതുക ഇതേ സമയത്ത്. എഴുതിയിട്ട് പറ, എന്നിട്ട് നെക്സ്റ്റ് പറയണം. TW, T ഇൻഫിനിറ്റി. അക്ഷയ് MB കേൾക്കാവോ? സാർ എനിക്കിപ്പോ ഇങ്ങനെ ഇരുന്നോണ്ട് എഴുതാൻ പറ്റുന്നില്ല, ഇപ്പൊ മഴ പെയ്യണം. നീ എവിടെ, വെളിയിലാണോ? വെളിയില. അകത്തിരിക്കാൻ പറ്റില്ല? റേഞ്ച് ഉണ്ടാവൂല, ജിയാവും. വൈഫൈയോടെ ഞാൻ സെറ്റ് ചെയ്യും, ഈ മാസം സെറ്റ് ചെയ്യും. ഷോണേ പറഞ്ഞോ, നീ എങ്ങനെയാ ചെയ്യുന്ന പറഞ്ഞു. ആദ്യം TW എഴുതി. TW എത്രയാ? 160. T ഇൻഫിനിറ്റി 20. ഓക്കെ. ദെൻ നമ്മുടെ ക്യാരക്ടറിസ്റ്റിക്സ് ലെങ്ത് കണ്ടുപിടിച്ചോ? LC ഇല്ല, അത് ആദ്യം TF കണ്ടുപിടിക്കണ്ടേ? എന്നാ TF കണ്ടുപിടിക്കും. അക്ഷയ് MB അൺമ്യൂട്ട് ചെയ്ത്.
അക്ഷയ് MBA വെറുതെ കയറിയിരിക്കുകയാണ്, ഞാനിപ്പോൾ റിമൂവ് ചെയ്യും. സാർ ഒരു മിനിറ്റ് എന്റെ കാൽക്കുലേറ്റർ നോക്കിക്കോട്ടെ. വൈശാഖെ. ആ സാർ ചെയ്തോണ്ടിരിക്കും. അക്ഷയ് എത്ര കിട്ടി? TF അക്ഷയ് ഷാജി TF 90 degree Celsius. ഓക്കെ. അമൽദേവ് എത്ര കിട്ടി? തുടങ്ങിട്ടോ പെട്ടെന്നാട്ടെ. TF കണ്ടുപിടിക്കുക, TF വാല്യൂസ് എല്ലാം എടുത്ത് എഴുതുക. അമൽജിത്തെ കേക്കാവോ? അമൽജിത്ത്. Sir, TF 90 degree. ഇനി നെക്സ്റ്റ് എന്താ ചെയ്യേണ്ടേ? കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂസ് 90 ഡിഗ്രി സെൽഷ്യസിന് കറസ്പോണ്ടിങ് എഴുതുക. ഫ്രം ഡാറ്റ ബുക്ക് പേജ് നമ്പർ 34 പ്രോപ്പർട്ടീസ് ഓഫ് ഗ്യാസ് അറ്റ് 1 അറ്റ്മോസ്ഫിയറിക് പ്രഷർ, അങ്ങനെ തന്നെ എഴുതുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് 34 അല്ല, നിങ്ങളുടെ എത്രയാണോ അത്രേ. അക്ഷയ് MB നിങ്ങൾക്ക് കേൾക്കാവോ? അങ്ങനെ ഇരിക്കണ്ട, ഞാൻ റിമൂവ് ചെയ്തേക്കാം. അമൽജിത്ത് കേൾക്കാവോ? അമൽജിത്ത് വാല്യൂസ് എല്ലാം എടുത്ത് എഴുതിയ കറസ്പോണ്ടിങ് ആയിട്ടുള്ള. സാർ എഴുതിക്കൊണ്ടിരിക്കണം. അതിനകത്ത് എഴുതുമ്പോൾ കൃത്യമായിട്ട് തന്നെ യൂണിറ്റുകളെല്ലാം അതിലുണ്ട് കേട്ടോ. ആ യൂണിറ്റുകളെല്ലാം അന്നേരം തന്നെ എഴുതിപ്പോ. നിങ്ങൾ എളുപ്പത്തിന് വേണ്ടി ചെയ്യരുത്, പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടില്ല. ഡയമെൻഷൻലെസ് നമ്പറിന് ഒഴിച്ചിട്ട് ബാക്കി എല്ലാത്തിനും കൃത്യമായിട്ട് യൂണിറ്റ് ഉണ്ടാകണം, അത് ഏത് എഴുതിയാൽ. ഷോണേ ഓരോ പറഞ്ഞോണ്ടിരുന്നു, ഓരോ ഇത് പേജ് നമ്പർ 90 എവിടെ വരെ നീ എഴുതിക്കൊണ്ടിരിക്കുന്ന പറഞ്ഞോണ്ട് ചെയ്തു? ഞാൻ കൈനമാറ്റിക് വിസ്കോസിറ്റി വരെ എഴുതിക്കോ. അപ്പൊ ന്യൂ എത്ര എഴുതി? 21.48. അത് ആബ്സല്യൂട്ട് അല്ലേ? കൈനമാറ്റിക് എഴുതിക്കോ. 10 × 10⁻⁶. Then -6 എന്താണ്? മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ്. Then ആൽഫ 31. എഴുതിക്കോണ്ട. 889 × 10⁻⁶. -6. അതെ. Then പ്രാൻഡൽ നമ്പർ 0.690. Okay, then specific heat 1009 ജൂൾ പെർ കിലോഗ്രാം കെൽവിൻ അല്ലേ. ദെൻ തെർമൽ കണ്ടക്ടിവിറ്റി വാട്ട് പെർ മീറ്റർ കെൽവിൻ. ഓക്കെ, എഴുതി കഴിഞ്ഞാലേ വൈശാഖ്? സാർ എഴുതിയിട്ടുണ്ട്, എഴുതിയത്. ഇനി നെക്സ്റ്റ് എന്താ ചെയ്യേണ്ടി വൈശാഖ്? ഇക്വേഷൻ ഓക്കെ, ഇക്വേഷൻ എടുത്തോളൂ. എന്നാ ഇക്വേഷൻ ഏതാ പറ?
ഡേറ്റ ബുക്കിൽ ഏത് ഇക്വേഷൻ ഇനി കണ്ടുപിടിക്കേണ്ടത്? ലാമിനാർ ആണോ ടർബലന്റ് ആണോ എന്ന് കണ്ടുപിടിക്കണ്ടേ? വിശാഖ്, sir. അതെങ്ങനെ കണ്ടുപിടിക്കുന്നത്? ഫ്രീ കൺവെക്ഷന് Grashoff's number ഉണ്ട്. ഗ്രഷോസ് നമ്പർ. അപ്പൊ ഗ്രഷോസ് നമ്പർ എങ്ങനെയാ അത് കണ്ടുപിടിക്കേണ്ട? അതിന്റെ ഇക്വേഷൻ പേജ് നമ്പർ 120. ആ ഡേറ്റ ബുക്കിൽ കിടക്കുന്നത് റോ സ്ക്വയർ ബൈ മ്യൂ സ്ക്വയർ ആണ് കിടക്കുന്നത്. നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ ഇതിന് പകരം നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഇത് കണ്ടോ, ഈ മ്യൂ ബൈ റോ എന്ന് പറയുന്നത് ന്യൂ ആണ്. അപ്പൊ നമ്മൾ ഗ്രഷോഫ് നമ്പറിനെ ജി ബീറ്റ ഡെൽറ്റ ടി ഡിവൈഡഡ് ബൈ ന്യൂ സ്ക്വയർ എന്ന് എഴുതും. അതായത് ഈ മ്യൂ ഉണ്ടല്ലോ, ഈ റോ സ്ക്വയർ ഉണ്ടല്ലോ, അത് താഴെ വരുന്നതാണ്. ഓക്കെ, അപ്പൊ അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. എളുപ്പമാണ്, ഒറ്റ പാരാമീറ്റർ എടുത്താൽ മതി. അപ്പൊ എത്ര കിട്ടി അക്ഷയ് ഷാജി ജി ആറിന്റെ നമ്പർ, ഗ്രഷോഫ് നമ്പറിന്റെ വാല്യൂ? ചെയ്തോണ്ടിരിക്കുന്നു സാർ. ആരാമല്ലേ സാറേ ചെയ്തോണ്ടിരിക്കുക. എവിടം വരെ ചെയ്തു? മറ്റേ ഗ്രഷോസ് നമ്പർ വരെ ചെയ്തു. അത് കാൽക്കുലേറ്റർ ചെയ്തോണ്ടിരിക്കുക. ഗ്രഷോഫ് നമ്പറിന്റെ വാല്യൂ എത്ര? എന്തോ ഗ്രഷോഫ് നമ്പറിന്റെ വാല്യൂ എങ്ങനെയാ കണ്ടുപിടിക്കുന്നത്? ക്വസ്റ്റ്യൻ പറഞ്ഞ ഷോണെ പറഞ്ഞോ, ഡൗട്ട് ഉള്ളത് ചോദിക്കാം. ഫ്രീ കൺവെക്ഷന്റെ പേജിലല്ലേ കിടക്കുന്നത്? ഫ്രീ കൺവെക്ഷൻ നോക്കിട്ട് കാണാനില്ലല്ലോ. ഇതാ ഫ്രീ കൺവെക്ഷൻ. എന്റെ 135. നിങ്ങളുടെ പേജ് എത്ര? എന്റെ 133. 133 135 അല്ലേ? അതും PDF പഴയത്. പഴയതോ? 134. സോറി. ഫ്രീ കൺവെക്ഷൻ അതിന് നേരെ അല്ല. നീ ഏതിന്റെ ഇക്വേഷന്റെ കാര്യം ചോദിച്ചേ? ഗ്രഷോസ് നമ്പർ. ഗ്രഷോഫ് നമ്പറിന്റെ ഇക്വേഷൻ അവിടെ അല്ലല്ലോ. പിന്നെ ഡേറ്റ ബുക്കിൽ പേജ് നമ്പർ 112. നിന്റെ 111 ആയിരിക്കും PDF. റെയ്നോൾഡ്സ് നമ്പർ ഒക്കെ നോക്കി ആദ്യം. ഈ നമ്മളെല്ലാ ഇക്വേഷൻസും, അതായത് കൺവെക്ഷന്റെ എല്ലാ ഇക്വേഷൻസും ഒറ്റ ഒരു പേജിലുണ്ടല്ലോ. പഠിപ്പിച്ചപ്പോ ഇല്ല, പിന്നെ എങ്ങനെ? കണ്ടോ? നോക്കിയേ, റെയ്നോൾഡ്സ് നമ്പറിന്റെ ഇക്വേഷൻ, നസൽസ് നമ്പറിന്റെ ഇക്വേഷൻ കിട്ടി സാർ. കൃത്യമായിട്ട് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യണം കേട്ടോ ഷോണെ, അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാവും. എനിക്ക് മനസ്സിലായി, നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെ മനസ്സിലായി. ഓക്കെ, അപ്പം കിടക്കുന്നുണ്ടോ ഇക്വേഷൻ? ഇതിനകത്ത് ജി എന്താ? ഗ്രാവിറ്റി ഫോഴ്സ്. ഇനി ബീറ്റ എന്താ? ബീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കണ്ടുപിടിച്ച മെയിൻ ഫിലിംഗ് ടെമ്പറേച്ചർ ഉണ്ടല്ലോ, 1/TF ആണ് ബീറ്റ എന്ന് പറയുന്നത്. ഇതിനകത്ത് ഒരു കണ്ടീഷൻ ഉണ്ട്, ഈ TF എന്ന് പറയുന്നത് കെൽവിനിലായിരിക്കണം. 90 കിട്ടിയെങ്കിൽ അതിനെ കെൽവിനിലാക്കിയിട്ട് കിട്ടുന്നതാണ് ബീറ്റ. ബീറ്റയുടെ വാല്യൂ കിട്ടി. ഇനി ഡെൽറ്റ ടി എന്താ? ഡെൽറ്റ ടി നമുക്കറിയാം, ടെമ്പറേച്ചർ ഡിഫറൻസ്. ദെൻ എൽ എന്ന് പറയുമ്പോൾ ഇവിടെ എടുക്കേണ്ട ക്യാരക്ടറിസ്റ്റിക് ലെങ്ത് ആണ്. 0.8 അല്ലേ? ഏതാ ക്യാരക്ടറിസ്റ്റിക് ലെങ്തോ? അല്ലേ, LCയുടെ കാര്യമാണോ പറഞ്ഞത്? ഈ എൽ എന്താ? ഗ്രഷോസ് നമ്പർ ഏതാ? ഈ ഗ്രഷോസ് നമ്പർ ഫോർമുലയിൽ കിടക്കണ എല്ലില്ലേ? ആ എൽ എന്ന് പറഞ്ഞ ലെങ്ത് ആടാ. അത് എല്ലാത്തിനും 0.8 തന്നെയല്ലേ ഇതിനകത്ത്? ഇതിനകത്തോ? ഒരു മിനിറ്റ് ഞാൻ നോക്കട്ടെ. ഇതിനകത്ത് അല്ല, അതാ പറഞ്ഞത്. നമ്മൾ കഴിഞ്ഞ കണക്കുകളിലൊക്കെ ചെയ്തത് ഡയറക്ട്ലി എല്ല് തന്നെയാണ് എടുത്തത്. പക്ഷെ ഇവിടെ ഹൊറിസോണ്ടൽ പ്ലേറ്റിന്റെ കേസിൽ വരുമ്പോ നമ്മൾ തൊട്ട് മുമ്പ് ഞാൻ പറഞ്ഞില്ലേ, ഇതാ ഇതിൽ പറഞ്ഞിട്ടില്ലേ, വിഡ്ത്ത് ഡിവൈഡ് ബൈ 2 ആണ് ഇവിടുത്തെ ലെങ്ത് എന്ന് പറയുന്നത്. അപ്പൊ അത് മിസ്റ്റേക്ക് വരരുത്. LC എന്ന് പറയുന്നത് W/2 ആണ്. അപ്പൊ എന്ത് വരും? 0.1 വരില്ലേ? അതായത് ദേ നോക്കി, നമ്മുടെ ഡേറ്റ ബുക്ക് കിടക്കുന്ന ഗ്രഷോസ് നമ്പറിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് റോ സ്ക്വയർ ഡിവൈഡ് ബൈ മ്യൂ സ്ക്വയർ ആ.
അത് എന്തും ഇവിടെ ന്യൂ സ്ക്വയർ ആയെന്ന് മനസ്സിലായോ? അതായത് മ്യൂ ബൈ റോ ആണ് എന്ത് മ്യൂ എന്ന് പറയുന്നത്, മനസ്സിലായോ? അപ്പൊ ആ ഡേറ്റാ ബുക്കില് റോ സ്ക്വയർ താഴെ വന്നു, അപ്പൊ താഴെ ഇവിടെ ന്യൂ സ്ക്വയർ ആയി. വൈശാഖ അത് മനസ്സിലായോ പറഞ്ഞേ? സാർ അതൊന്നും പറയാം, ഞാൻ കണക്ക് ചെയ്യുമായിരുന്നു, അത് ശ്രദ്ധിച്ചില്ല. പറയാം, ഇത് കഴിഞ്ഞിട്ട് പറയാം. ഇത് എന്തായാലും ഇത് ചെയ്തു. ആരാമൽ അഭിഷേക് അൺമ്യൂട്ട് ചെയ്ത്. സാർ എന്തായി? ഞാൻ ഗ്രഷോൾസ് നമ്പർ കണ്ടുപിടിച്ചോണ്ടിരിക്കുക സാർ. കണ്ടുപിടി. ചെറിയ നീ കുറച്ചേരം അവിടെ പോയിരുന്ന് കണക്ക് ചെയ്തിട്ട് 5 മിനിറ്റ് കഴിയുമ്പോൾ തിരിച്ച് റേഞ്ച് ഉള്ളിടത്ത് വാ. നീ ഇപ്പൊ ചുമ്മാ ഇരിക്കല്ലോ. ഷെറിനെ കേൾക്കുന്നുണ്ടോ? സാർ ഞാൻ ഗ്രഷോൾസ് നമ്പർ ഒരു കമ്പയിലൊക്കെ കുത്തി വെക്കടാവല്ലോ, വെളിയിലേക്ക് ഇങ്ങനെ പറത്തിലോട്ട് വെക്ക്. ഒരു കമ്പയെ കുത്തി വെക്കാൻ ഫോണാ? അല്ല, ഇവിടെ വെക്കാനൊരു സ്ഥലമുണ്ട് സാർ. ഞാനിങ്ങനെ ഇതിന്റെ മേളിൽ വെക്കണം, ഒരു സ്റ്റൂളിന്റെ മേളിൽ വെക്കണം. ചെയ്തോണ്ടിരിക്കണോ? സാർ ആരാമൽ അൺമ്യൂട്ട് ചെയ്ത്. ആരാമല്ലേ? അമൽ ദേവ് എന്തായി? അമൽ കേൾക്കുന്നില്ല പറയുന്നത്? ഇൻസ്റ്റാഗ്രാം മുംബൈ, അതായത് ഡേറ്റാ ബുക്കിലെ ഇക്വേഷൻ നോക്കിക്കേ. അതിനകത്ത് ഗ്രഷോഫ് നമ്പറിന്റെ വാല്യൂ എന്താ കിടക്കുന്നത്? എങ്ങനെയാ കിടക്കുന്നത്? ഗ്രഷോഫ് നമ്പറിന്റെ ഇക്വേഷൻ എന്താ? ജി ബീറ്റ ഡെൽറ്റ ടി എൽ ക്യൂബ് റോ സ്ക്വയർ ബൈ മ്യൂ സ്ക്വയർ. അപ്പൊ ഇവിടെ നോക്കി, ഇവിടുത്തെ ഈ ഒരു PDF ഞാൻ ഇട്ടിരിക്കുന്നതിനകത്ത് വ്യത്യാസം നോക്കിയേ. ഇവിടെ ജി ഉണ്ട്, ബി ഉണ്ട്, ഡെൽറ്റ ടി ഉണ്ട്, അതേപോലെ ഇവിടെ എൽ സി ഉണ്ട്. പക്ഷെ ആ റോ സ്ക്വയർ പോയി അല്ലേ? അതേപോലെ താഴെ മ്യൂ സ്ക്വയർ പോയി അല്ലേ? അപ്പോ ഈ റോ സ്ക്വയറിനെ ഇനി താഴെ കൊണ്ടുവന്നാണ്, അതാ മ്യൂ സ്ക്വയർ ഡിവൈഡ് ബൈ റോ സ്ക്വയർ. അപ്പൊ അത് താഴെ വന്നല്ലോ. അതിനെ നമ്മൾ ന്യൂ എന്നാണ് വിളിക്കുന്നത്. അതാ ഇവിടെ എഴുതിയിരിക്കുന്നത്, മനസ്സിലായോ? മറ്റേതും എടുത്ത് ചെയ്യാം, ഏതെടുത്ത് വേണമെങ്കിലും ചെയ്യാം. കാരണം റോ ഉണ്ട്, മ്യൂ നമുക്ക് ഓൾറെഡി ഇതിലുണ്ട്. ന്യൂ ഉണ്ട്, റോ ഉണ്ടോ, ഡയറക്ട്ലി കിട്ടും, അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഒരു ഇതൂടെ കൂടുതലാവുന്നേ ഉള്ളൂ. മനസ്സിലായോ പറഞ്ഞ? ഇല്ലെങ്കിൽ ചോദിക്കും, പറയണം. എന്ത് കിട്ടി അക്ഷയ് ഷാജി ഗ്രഷോഫ് നമ്പർ? 774419710703. 77, അതായത് നിങ്ങൾക്ക് 10 പവറിലല്ലേ കിട്ടിയ? ഒറ്റയടിക്ക് 10 പവർ ചെയ്യാൻ പറ്റുമെങ്കിൽ അതായിരിക്കും നല്ലത്. കാരണം നമുക്ക് വാല്യൂസ് എടുക്കും, അല്ലെങ്കിൽ എണ്ണി നോക്കിയാൽ മതി എത്രയുണ്ടെന്നുള്ളത്. then GRPR കിട്ടിയോ? ഷോണെ എന്തായി? സാർ വാല്യൂ തെറ്റായി പോയി, ഒന്നും കൂടെ ചെയ്യണേ. സാറേ പറഞ്ഞോ, ചോദിച്ചോ. 7732 എനിക്ക് ആ നമ്പറാ കിട്ടുന്നത്. ഫുൾ നമ്പർ ആയിട്ട് നമ്പർ 6 പവർ ഇല്ലേ? 6 പവർ ഇല്ലേ?
ഇല്ല അത് കിട്ടുന്നില്ല. ഞാൻ ഒന്നുകൂടി ചെയ്തു നോക്കും. അല്ല 6 ശരിയാ, അല്ല അതല്ല ഞാൻ പറഞ്ഞേ. ആ പോയിന്റ് സാറേ വരെ എനിക്ക് നമ്പർ കിട്ടണം 7 7 4 ഒരു 9 വരെ. കുഴപ്പമില്ല. ശരിയാ, കറക്റ്റ് ആണ്. അപ്പൊ ഞാൻ ചോദിക്കുന്നത് അപ് ടു 6 വരെ ഇല്ലേ? 1 2 3 നമ്മൾ എണ്ണുമ്പോ പോയിന്റ് അതിന് ശേഷമല്ലേ? 7 ഡിജിറ്റ് ഉണ്ട്. ഓക്കെ. 7 ഡിജിറ്റ് ഉണ്ട് ആ പോയിന്റ്. അതായത് അതിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതി എന്താ എടുക്കാം? 7.7 × 10⁶ എന്ന് എഴുതല്ലോ. ആ ഓക്കെ, ആ ആ ആ സാർ. അങ്ങനെ എഴുതി. സാർ ഒന്നും കൂടെ മേലേക്ക് കൊണ്ടുപോകും ആ സ്ക്രീൻ. ഇവിടെ ആ. നോക്കി എഴുതാനാണ്. അല്ല, ഞാൻ എന്താ ചെയ്ത് തെറ്റിപ്പോയി നോക്കിയത്. നീ എഴുതിയ വാല്യൂ G9.81 അല്ലേ? ബീറ്റ കിട്ടിയത് കറക്റ്റ് ആണോ? ബീറ്റ 1/90 അല്ലേ? 1/90 അല്ല, ഞാൻ പ്രത്യേകം പറഞ്ഞിരുന്നു അത് കെൽവിനിലാണ്. കെൽവിനിലേക്ക് ആക്കണം അല്ലേ? ഓക്കെ. ബീറ്റ കണ്ടുപിടിക്കുമ്പോൾ അത് നിങ്ങൾ എപ്പോഴും എഴുതി വെച്ചോ. അതേപോലെ ഈ ഗ്രഷോഫ് നമ്പറിന്റെ ഇക്വേഷൻ എഴുതുന്നതിന്റെ തൊട്ട് ഫ്രണ്ടിലും നിങ്ങൾ ഇന്നലെ പഠിച്ചത് മറന്നു പോകുമ്പോൾ അപ്പം പരീക്ഷയ്ക്ക് വേണ്ടി നോക്കുമ്പോൾ മറന്നു പോകും. എവിടുന്നാണ് പേജ് നമ്പർ 122 ഇക്വേഷൻ നമ്പർ ഇത്രയാന്ന് പറഞ്ഞ് പ്രത്യേകം സ്പെസിഫൈ ചെയ്ത് എഴുതുക. പിന്നീട് മറന്നു പോകും. അതുകൊണ്ടാണ് പറഞ്ഞത് കൃത്യമായിട്ട് എവിടുന്ന് എടുത്തു, ഏത് പേജ് നമ്പറിലെ ഏത് ഇക്വേഷൻ ആണ് കൃത്യമായിട്ട് തന്നെ എഴുതുക. കറക്റ്റ് ആക്കിയോ? ആ സാർ, കിട്ടി. ഓക്കെ. ദെൻ ഗ്രഷോഫ് നമ്പർ കണ്ടുപിടിച്ചതിന് ശേഷം എന്താ ചെയ്യേണ്ടേ? നമ്മളിവിടെ ടർബുലന്റ് ആണോ ലാമിനാർ ആണോ എന്ന് നോക്കാൻ വേണ്ടി ഫോഴ്സ് കൺവെക്ഷനിൽ ഏത് നമ്പറാണ് ഷോണ യൂസ് ചെയ്തത്? എന്തോ സാർ, കേട്ടില്ല. ഫോഴ്സ് കൺവെക്ഷനിൽ നമ്മൾ ലാമിനാർ ആണോ ടർബുലന്റ് ആണോ എന്നില്ല ഇനി അടുത്ത സ്റ്റെപ്പ് നോക്കണ്ടേ? ആ റെയ്നോൾഡ്സ് നമ്പർ ഇല്ലേ നോക്കിയത്? അപ്പൊ ഇവിടെ എന്താ നമ്മൾ ചെയ്യേണ്ടത്? ഗ്രഷോസ് നമ്പർ ആയിരിക്കും നോക്കുന്നത്. ഗ്രഷോസ് നമ്പർ അല്ല, ഗ്രഷോസ് നമ്പർ നോക്കും. ഗ്രഷോസ് നമ്പർ ഇവിടെ, അതിന് റെയിലീസ് നമ്പർ എന്ന് പറയും. അതായത് GRPR ഇത് കണ്ടോ? ആ ഓക്കെ. അതും ഡേറ്റാ ബുക്കിൽ കിടപ്പുണ്ട്. റെയിലീസ് നമ്പർ എന്താണെന്നുള്ളത് നോക്കി, RAGRPR. അപ്പം ആ റെയിലീസ് നമ്പറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ വെച്ചിട്ടായിരിക്കും ടർബുലന്റ് ആണോ അല്ലെങ്കിൽ എന്താണ് ലാമിനാർ ആണോ നോക്കുന്നത്. PR ഉണ്ട് ഡയറക്ട്ലി, അത് രണ്ടോടെ മൾട്ടിപ്ലൈ ചെയ്തേ. ഷെറിനെ കിട്ടുന്നുണ്ടോ? ആ സാർ, ചെയ്തോണ്ടിരിക്കാം. സാർ 5345436. അപ്പൊ 5.3 × 10⁶ എന്ന് എഴുതല്ലോ അതിനെ. ആ. ഓക്കെ. എന്തിനാ എഴുതുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡേറ്റാ ബുക്കിൽ എടുക്കുമ്പോൾ മനസ്സിലാവും. ഇപ്പം എല്ലാവർക്കും ഇവിടം വരെ കിട്ടിയോ? ആരോമലെ ഞാൻ റിമൂവ് ചെയ്തില്ലേ? ഞാൻ അമൽജിത്തിനെ അക്ഷയ് ബി റിമൂവ് ചെയ്തു. ഓക്കെ. ആരോമലെ എന്തായി? മനസ്സിലായി സാറേ, മനസ്സിലായി. അല്ല, എവിടം വരെ ചെയ്തു? GRPR. ഇനി നെക്സ്റ്റ് എന്താ ചെയ്യാനുള്ളത്? റെനോൾഡ്സ് നമ്പർ. റെയ്നോൾഡ്സ് നമ്പർ ആണോ? അല്ല, ലാമിനാർ ആണോ ടർബുലന്റ് ആണോ? അപ്പൊ ഇവിടെ റെയിലീസ് നമ്പർ റിലീസ്, അതാണ് ഈ GRPR എന്ന് പറയുന്നത്. ഇനി അത് നമുക്കിനി ടർബുലന്റ് ആണോ ലാമിനാർ ആണോ നോക്കാൻ എന്ത് ചെയ്യണം? ഡേറ്റാ ബുക്കിലേക്ക് പോകണം അല്ലേ? അപ്പൊ ഡേറ്റാ ബുക്കിലേക്ക് നമ്മൾ പോവുക നേരെ.
ഡേറ്റാ ബുക്കിൽ എവിടെയാണ് ഫ്രീ കൺവെക്ഷന്റെ പേജ് എടുത്തിട്ട് ഇങ്ങനെ ഹൊറിസോണ്ടൽ പ്ലേറ്റിലേക്ക് വരിക. ഇതാ ഹൊറിസോണ്ടൽ പ്ലേറ്റിന്റെ ടർബുലന്റിന്റെ പോർഷനിൽ കിടപ്പുണ്ട്. അതുപോലെ ഇതാ ഹൊറിസോണ്ടൽ പ്ലേറ്റ് ഇവിടെ എല്ലാം ഓരോന്ന് കിടപ്പുണ്ട് അല്ലെ. ഇങ്ങനെ താഴോട്ട് വരുമ്പോൾ കുറേ സാധനങ്ങളുണ്ട്. അപ്പോ നമുക്ക് നോക്കുക, ഹൊറിസോണ്ടൽ പ്ലേറ്റ് അവിടെ വരുമ്പോ നമുക്ക് രണ്ടെണ്ണം എടുക്കണം. ഒന്ന് അപ്പർ സൈഡ് കൂൾഡ് ആയിരിക്കുമ്പോഴും ലോവർ സൈഡ് കൂൾഡ് ആയിരിക്കുമ്പോഴും ഉള്ള വാല്യൂ വേണം. അപ്പൊ ഹൊറിസോണ്ടൽ പ്ലേറ്റിൽ നോക്കുക, അപ്പർ സൈഡ് കൂൾഡ് ആയിരിക്കുമ്പം ക്യൂ അപ്പർ കണ്ടുപിടിക്കണമെങ്കിൽ ഏതാണ് ഇക്വേഷൻ എടുക്കേണ്ടത്? നോക്കിയേ, അപ്പർ സർഫസ് കൂൾഡ് ഈ ഇക്വേഷൻ എഴുതണം. അതായത് ഗ്രഷോഫ് നമ്പർ 10⁵നും 10⁵11 ഇപ്പൊ 10⁶ അല്ലേ കിട്ടിയേ, അതിന്റെ ഇടയ്ക്കാണ് ഈ നസൽസ് നമ്പർ എടുക്കുക. ഇനി ലോവർ സർഫസ് കൂൾഡ് ആകുമ്പോൾ ഏതാണ്? ഈ ഇക്വേഷൻ. ഈ ഇക്വേഷനിൽ 2 നസൽസ് നമ്പർ ഉണ്ട്. ആ നസൽസ് നമ്പറിൽ നിന്ന് ഏതാ എടുക്കേണ്ടത് എങ്ങനെ മനസ്സിലാക്കും? അത് 10⁶നും 10⁵11 ഇടയ്ക്കാണെങ്കിൽ നമ്മൾ ഈ വാല്യൂ എടുക്കും, അല്ലെങ്കിൽ ഈ വാല്യൂ എടുക്കും. അപ്പൊ ഏതാണോ നിങ്ങൾക്ക് കിട്ടിയത് അതിനനുസരിച്ചിട്ടുള്ള കറസ്പോണ്ടിങ് ക്യൂ അപ്പറും ക്യൂ ലോവറും രണ്ടായിട്ട് തന്നെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ചെയ്യണം. ഞാനിപ്പോ ഇത് പറഞ്ഞത് മനസ്സിലായോ വിശാഖെ? ക്യൂ അതായത് നമ്മൾ എന്തിനാണെന്ന് കണ്ടുപിടിക്കുന്നത് ചോദിച്ചാൽ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇവിടെ ഡിറ്റർമൈൻ ഹീറ്റ് ലോസ് ഫ്രം ബോത്ത് ദ സർഫസ് ആ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ 2 സൈഡും കൂൾഡ് ആയിരിക്കുന്ന സമയത്തുള്ളത് എടുക്കണം. ഓക്കെ, അപ്പൊ നസൽസ് നമ്പറിന്റെ ഇക്വേഷൻ എഴുതി, ഇവിടെ നസൽസ് നമ്പറിന്റെ ഇക്വേഷൻ എഴുതി. ഓക്കെ, ഇത് ഇനി ഇത് രണ്ടും കൂടെ ചെയ്യുമ്പോൾ നമുക്ക് 2 സെപ്പറേറ്റ് എച്ച് കിട്ടും. ഇവിടെ ഒരു കാര്യം ഓർക്കുക, നസൽസ് നമ്പറിൽ HLC/K നസൽസ് നമ്പർ കണ്ടുപിടിച്ചതിന് ശേഷം നമ്മൾ എച്ച് കണ്ടുപിടിക്കാൻ വേണ്ടി HLC/K ഇട്ട് കൊടുക്കുമ്പോൾ LC എന്ന് പറഞ്ഞത് ക്യാരക്ടറിസ്റ്റിക്സ് ലെങ്ത് ആണ് നമ്മൾ കൊടുക്കേണ്ടത്. അതായത് നമ്മൾ കണ്ടുപിടിച്ച LC W/2 ആണ് കൊടുക്കേണ്ടത്. ഓക്കെ, അതുപോലെ ഈ ലോവർ സർഫസ് കൂടുതൽ നസൽസ് നമ്പറിൽ അതാണ് കൊടുക്കേണ്ടത്. അവിടെ കൊണ്ട് LCയുടെ പരിപാടി നിർത്തുക, എച്ച് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ. പിന്നെ ചെയ്യേണ്ടത് ടോട്ടൽ ക്യൂ ആണ്. ടോട്ടൽ ക്യൂ എന്ന് പറഞ്ഞാൽ എന്താ? Q = HA∆T രണ്ടിനും സെപ്പറേറ്റ് കണ്ടുപിടിക്കുക. 2 H അല്ലേ, അപ്പൊ അവിടെ ഏരിയ യൂസ് ചെയ്യേണ്ടത് നമുക്ക് ആദ്യം തന്നിരിക്കുന്ന 800ഉം 200 mm അതിനെ മീറ്ററിലേക്ക് ആക്കി. ദെൻ ക്യൂ അപ്പറും ക്യൂ ലോവറും കിട്ടും. ദെൻ ടോട്ടൽ ക്യൂ ലോസ് കിട്ടും. ഓക്കെ, നിങ്ങൾ എഴുതാൻ വരട്ടെ, ഞാൻ അടുത്തൊരു കണക്ക് എങ്ങനെയാണ് മോഡൽ, നമുക്ക് സമയം കഴിഞ്ഞു, കഴിയാറാവുന്നു. ഹലോ, ഒന്ന് ശ്രദ്ധിച്ചേ എല്ലാവരും. അക്ഷയ്, ആരാമൽ, ഷോൺ, ഷെറിൻ, അഭിഷേക് കേൾക്കുന്നൊക്കെ പറയുന്നത്. അഭിഷേക് എന്ത് പറ്റി? അൺമ്യൂട്ട് ചെയ്ത്. കേൾക്കുന്നുണ്ടല്ലോ. അക്ഷയ്, ഷാജി, അമൽദേവ് കേൾക്കുന്നില്ലേ? അല്ല, അമൽദേവ്. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? ക്യൂ ലോസ് എടുക്കുന്നു. ക്യൂ ലോസ് നമുക്ക് അപ്പറും ഇതുകൂടെ കിട്ടും. ഇനി നെക്സ്റ്റ് നോക്കുക, നമുക്ക് വേണ്ടിയത് ഫ്ലോ ഓവർ ഹൊറിസോണ്ടൽ. നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യ്, ഇനി ഞാൻ ഇത് നിങ്ങൾക്ക് ചെയ്യാൻ തരാം. ഓക്കെ, ഫ്ലോ ഓവർ ഹൊറിസോണ്ടൽ സിലിണ്ടർ ആൻഡ് സ്ഫിയർ. അതായത് ഒന്നുമില്ല, സെയിം നമ്മൾ നേരത്തെ വെർട്ടിക്കൽ സിലിണ്ടർ പഠിച്ചു, അതേപോലെ വെർട്ടിക്കൽ പ്ലേറ്റ് പഠിച്ചു. ഇപ്പോൾ ഹൊറിസോണ്ടൽ പ്ലേറ്റിന്റെ കണക്കും ചെയ്തു. ഇനി ചരിച്ചു വെച്ചിരിക്കുന്ന ഹൊറിസോണ്ടലായിട്ട് വെച്ചിരിക്കുന്ന അതിന്റെ സെയിം തന്നെ മെത്തേഡ്, ഒന്നും വ്യത്യാസമില്ല. അപ്പൊ അവിടുത്തെ ഏരിയ എടുക്കേണ്ടത് πdl. ഇനി സ്ഫിയർ ആവുകയാണെങ്കിൽ ഏരിയ πd². ഓക്കെ, അതേപോലെ അവിടുത്തെ ഗ്രഷോഫ് നമ്പർ എടുക്കുമ്പോൾ നമ്മൾ എല്ലിന് പകരം സ്ഫിയർ ആകുമ്പോൾ എന്ത് ചെയ്യുന്നു? ഡി ആണ് എടുക്കേണ്ടത്. ഓക്കെ, ഇവിടെ നോക്കുക, സിലിണ്ടർ ആകുമ്പോഴും എല്ലിന് പകരം ഡി ആണ് എടുക്കേണ്ടത്, ഡയമീറ്റർ ആണ് എടുക്കേണ്ടത്. അതിൽ ഡൗട്ട് ഇല്ല എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ അത് നോക്കുക, എ 40 watt ഫ്ലൂറസെന്റ് ട്യൂബ് ആന്ന് പറയുമ്പോഴേ മനസ്സിലാക്കുക അതൊരു സിലിണ്ടർ ആണ്. 40 watt തന്നിട്ടുണ്ട്. ഓഫ് 30 mm ഡയമീറ്റർ തന്നിട്ടുണ്ട്. 1.2 meter ലോങ് ആണ് തന്നിട്ടുണ്ട്. ഫിറ്റഡ് ഹൊറിസോണ്ടലി. ഇപ്പൊ നമുക്ക് മനസ്സിലായി ഹൊറിസോണ്ടൽ സിലിണ്ടറിന്റെ കണക്കാണ്. അപ്പൊ ഡേറ്റാ ബുക്കിൽ നിന്ന് ഏതാണ് എടുക്കേണ്ടത് നമുക്ക് മനസ്സിലായി. ഓൾറെഡി ഇത് എങ്ങനെ മനസ്സിലായി? ഇത് നാച്ചുറൽ കൺവെക്ഷൻ ആണെന്ന്. ഇതിനകത്ത് വെലോസിറ്റി തന്നിട്ടില്ല. സർഫസ് ടെമ്പറേച്ചർ ഈസ് 40 degree Celsius. അതായത് സർഫസ് ടെമ്പറേച്ചർ 40 degree Celsius തന്നിട്ടുണ്ട്. ഇറ്റ് ഈസ് എക്സ്പോസ്ഡ് ടു സ്റ്റിൽ എയർ അറ്റ് 20 degree Celsius. അതുപോലെ 20 degree Celsius എയറിലേക്ക് എക്സ്പോസ് ചെയ്ത് വെച്ചിരിക്കുകയെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അറ്റ്മോസ്ഫിയറിക് പ്രഷർ TW വന്നിട്ടുണ്ട്, ഡയമീറ്റർ വന്നിട്ടുണ്ട്, ലെങ്ത് വന്നിട്ടുണ്ട്. ഇത്രയും കിട്ടി. ദെൻ നമ്മൾ ഫസ്റ്റിൽ എന്ത് ചെയ്യുക? മീൻ ഫില്ലിംഗ് ടെമ്പറേച്ചർ കണ്ടുപിടിക്കുക. ആ മീൻ ഫില്ലിംഗ് ടെമ്പറേച്ചർ കണ്ടുപിടിച്ചതിന് ശേഷം എയർ ആയതുകൊണ്ട് എയറിന്റെ പ്രോപ്പർട്ടീസ് പേജ് നമ്പർ 34 എയറിന്റെ പ്രോപ്പർട്ടീസിൽ എടുത്ത് എഴുതുക.
ദെൻ ഗ്രഷോഫ് നമ്പർ, ലാമിനാർ ആണോ ടർബുലന്റ് ആണോ എന്ന് കണ്ടുപിടിക്കാൻ റെയിലീസ് നമ്പർ കണ്ടുപിടിക്കണ്ടേ, അതിന് ഗ്രഷോഫ് നമ്പർ. ഇവിടെ ഉള്ള വ്യത്യാസം ഡയമീറ്റർ ആണ് സിലിണ്ടറിന്റെ കേസിൽ എടുക്കേണ്ടത്, സ്ഫിയറിന്റെ കേസിലും. ദെൻ ലോങ് സിലിണ്ടർ ആകുമ്പോൾ ദെൻ നമുക്ക് ഗ്രഷോഫ് നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ ഡേറ്റാ ബുക്കിൽ ഇനി എവിടെ നിന്ന് എടുക്കണമെന്ന് നോക്കണം. ഡേറ്റാ ബുക്കിൽ നോക്കുക, ആ ഫ്രീ കൺവെക്ഷന്റെ നേരെ താഴോട്ട് വന്ന് എൻ്റെ ഇവിടെ 138 പേജ് നമ്പർ 138, അപ്പൊ നിങ്ങളുടെ 146 ആയിരിക്കും. അവിടെ നെയ്ത് നോക്കി ഹൊറിസോണ്ടൽ സിലിണ്ടർ ലോങ് സിലിണ്ടർ എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ ഉണ്ട്. നസൽസ് നമ്പർ CGRD-PRM എന്ന് പറഞ്ഞു. GR-PR എന്ന് ഓൾറെഡി നമുക്ക് കിട്ടി. ഇനി ആ സിയുടെ വാല്യൂ എങ്ങനെ കിട്ടും എന്നുള്ളത് നീ നോക്കി. ഈ GR-D-PR നമ്മൾ കണ്ടുപിടിച്ച ഓരോ റേഞ്ചിന്റെ 10⁻⁻2 10⁻2 ആണെങ്കിൽ ഈ സിക്ക് ഇട്ട് കൊടുക്കേണ്ടത് ഏതാണ്, ഇവിടെയുള്ള 0.65 ആണ്. അതേപോലെ റേസ് ടു M എന്നുള്ളത് M ഇട്ട് കൊടുക്കേണ്ടത് 0.058 ആണ്. ഇപ്പൊ നമുക്ക് കിട്ടിയ വാല്യൂ 10⁻4 10⁻7 ഇടയ്ക്കാണെങ്കിൽ ഈ സിയുടെ ഈ ഇക്വേഷനിലെ സിക്ക് ഇട്ട് കൊടുക്കേണ്ടത് ഏതാണ്, ഈ ഇക്വേഷനിലെ സിക്ക് ഇട്ട് കൊടുക്കേണ്ട വാല്യൂ 0.48, എമ്മിന് ഇട്ട് കൊടുക്കേണ്ടത് 0.25. മനസ്സിലായോ ഷോണെ പറഞ്ഞത്? ഷോൺ, ഷെർനെ, അക്ഷയ്, അമൽ, ഐശാഖ്. ഓക്കെ, ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് വന്നോളൂ. ഓക്കെ, ദെൻ അപ്പൊ നമ്മൾ നസൽസ് നമ്പറിന്റെ വാല്യൂ ഇട്ടു, സിയുടെ എമ്മിന്റെ വാല്യൂ ഇട്ടു, നസൽസ് നമ്പറിന് ഒരു വാല്യൂ കിട്ടി. അതിനകത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഡേറ്റാ ബുക്കിൽ എല്ലാ ഇക്വേഷൻസും ഉണ്ട്. ഞാൻ പറഞ്ഞാൽ ഒന്നും കാണാൻ പഠിക്കേണ്ട കാര്യമില്ല. ഡേറ്റാ ബുക്കിൽ ഇതാ നോക്കി, ആ പേജിൽ കിടപ്പുണ്ട് നമ്മുടെ നസൽസ് നമ്പറിന്റെ ഇക്വേഷൻ കിടപ്പുണ്ട്. HL/K HD/K ട്യൂബ് ആയതുകൊണ്ട് എന്താണ് ഡയമീറ്റർ ആണ് എടുക്കേണ്ടത്. അപ്പൊ നമ്മള് ഇവിടെ എന്ത് വന്നു, HL/K പകരം ഡിക്ക് പകരം എല്ലാം മീറ്ററിലാണ് വേണ്ടത് കേട്ടോ. HL/Kയിൽ H കണ്ടുപിടിച്ചു. ഇനി അതെന്താ Q = H∆T ഇട്ട് കൊടുത്തു. അവിടുത്തെ ഏരിയ എന്ന് പറയുന്നത് എന്താണ്, സർഫസ് ഏരിയ സിലിണ്ടറിന്റെ πdl. അതുപോലെ പ്ലേറ്റിന്റെ സർഫസ് ഏരിയ എത്ര, റെക്ടാങ്കിളിന്റെ എത്ര, ഇതെല്ലാം നിങ്ങൾ കണ്ടുപിടിച്ച് അറിഞ്ഞിരിക്കണം. ദെൻ Q, അപ്പൊ എന്ത് കിട്ടി, നമുക്ക് Q = H∆T Q കിട്ടി. ആ ക്യൂവിൽ നിന്ന് നമ്മളോട് നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് എന്താ, ഡിറ്റർമൈൻ ഹീറ്റ് ലോസ്. ഹീറ്റ് ലോസ് കണ്ടുപിടിച്ച് Q ആൻഡ് പെർസെന്റേജ് ഹീറ്റ് ലോസ് കണ്ടുപിടിക്കണം. അപ്പൊ അതിനുവേണ്ടി നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് 40 വാട്ട് ഫ്ലൂറസെന്റ് ട്യൂബ് ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോ നമുക്കറിയാം Q ടോട്ടൽ ഇവിടെ വരുന്നത് എത്രയാണ്, 40 വാട്ട് ആണ്. അതുപോലെ നമ്മൾ കണ്ടുപിടിച്ച Q എന്ന് പറയുന്നത് 17.06 ആണ്. അപ്പൊ പെർസെന്റേജ് ലോസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടുപിടിച്ച കൺവെക്ഷൻ വാല്യൂ ഡിവൈഡ് ബൈ Q ടോട്ടൽ ചെയ്യുമ്പോൾ പെർസെന്റേജ് നമുക്ക് ലോസ് കിട്ടും. അതായത് 17.06 ഡിവൈഡ് ബൈ 40 ചെയ്യുമ്പോൾ നമുക്കൊരു കൺവെക്ഷൻ വഴിയുള്ള ഹീറ്റ് ലോസ് എത്രയാണെന്ന് കിട്ടും. മനസ്സിലായോ? ഇത് പറഞ്ഞത് നിങ്ങൾ ചെയ്യണം. എങ്ങനെയാന്ന് മനസ്സിലായോ? ഓക്കെ. ഇനി ഒരു സിമ്പിൾ അടുത്തൊരു കണക്കൂടെ. ഇനി സ്റ്റീൽ ബോൾ ആണ്. നമ്മൾ മറ്റേ സിലിണ്ടർ ആയിരുന്നു, ബോൾ ആകുമ്പോൾ എന്താണ്, സ്ഫിയർ ആണ്. 100 mm outer diameter is at 260 degrees Celsius and is exposed to still air at 90 degrees Celsius. Calculate Q convection and Q radiation. ഇത്രേ ഉള്ളൂ. ഓക്കെ, Q റേഡിയേഷന്റെ അവിടെ നിൽക്കട്ടെ. അത് നമ്മൾ ലാസ്റ്റിൽ കണ്ടുപിടിക്കാനുള്ള അതിന്റെ ഇക്വേഷൻ നമ്മൾ കാണാൻ പഠിക്കുക എന്നേ ഉള്ളൂ. ഇപ്പോ നോക്കുക, സെയിം മറ്റേ പോലെ തന്നെ മീൻ ഫില്ലിംഗ് ടെമ്പറേച്ചർ കണ്ടുപിടിക്കുക, അതിന്റെ പ്രോപ്പർട്ടീസ് എടുക്കുക, അതുപോലെ ഗ്രഷോഫ് നമ്പർ കണ്ടുപിടിക്കുക. ദെൻ നമ്മൾ സ്ഫിയറിന്റെ ഡേറ്റാ ബുക്കിൽ എവിടെയാണ്, നമുക്കിപ്പോൾ ഒന്നും പഠിക്കാത്തൊരു സാധനമാണെങ്കിൽ പോലും ഡേറ്റാ ബുക്കിൽ ഒന്ന് ഓടിച്ചു നോക്കിക്കഴിഞ്ഞാൽ ആ സ്ഫിയറിന്റെ ഇക്വേഷൻ ഇവിടെ കിടപ്പുണ്ട്. സ്ഫിയറിന്റെ ഇക്വേഷനിൽ ഇനി നമുക്ക് കിട്ടിയ ഗ്രഷോഫ് നമ്പറിന്റെ വാല്യൂ ഇതാണോ നോക്കുക. 1നും 10⁵ ഇടയ്ക്കാണെങ്കിൽ ഈ നസൽസ് നമ്പറിന്റെ വാല്യൂ എടുക്കുക. ഓക്കെ, അപ്പൊ എന്ത് നോക്കിയേ, H Q കൺവെക്ഷൻ നമുക്ക് എന്ത് കിട്ടി, നസൽസ് നമ്പറിന്റെ വാല്യൂ കിട്ടി, അതിനകത്തുനിന്ന് H കിട്ടും, അതുപോലെ Q കൺവെക്ഷന്റെ വാല്യൂ കിട്ടും. അതുപോലെ Q റേഡിയേഷൻ കണ്ടുപിടിക്കുന്നത് നമ്മൾ ലാസ്റ്റ് മൊഡ്യൂളിൽ പഠിക്കുന്ന, അതിപ്പോ നിങ്ങൾ σA × TW⁴ - T⁴ അതൊന്ന് എഴുതി വെച്ചോളൂ. Q റേഡിയേഷൻ ഈക്വൽ സൈഡിലോട്ട് എവിടെയെങ്കിലും σA × T⁴ - T∞4. ഓക്കെ, ഇതിൽ ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പം ചോദിക്കാം. ഞാൻ ഇത് 2 കണക്ക് ഇട്ട് തരാം. ക്വസ്റ്റ്യൻ. ഹലോ മനസ്സിലായോ? അക്ഷയ്, ഏകദേശം മനസ്സിലായി. ഓക്കെ, നിങ്ങൾക്ക് ഇനി കണക്ക് ചെയ്യുമ്പോൾ അതിന്റെ ഡൗട്ടുകൾ വന്നോളും. അപ്പൊ എന്നോട് ചോദിച്ചാൽ മതി. അപ്പൊ ഞാൻ ഈ ഇപ്പം ചെയ്ത കണക്കുകൾ എനിക്ക് ഉച്ച കഴിഞ്ഞിട്ട് ഈ കോംപ്രിഹെൻസീവ് എക്സാമിന്റെ പീരീഡ് ഉണ്ട്. ആ സമയത്തിരുന്ന് ഈ 3 കണക്കും നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ.
ഞാൻ അതിൽ ഒന്നുകൂടെ കയറാം ആ സമയത്ത് 2 മണിക്ക്. അപ്പോൾ നിങ്ങൾ ആ കണക്ക് ചെയ്യുക. അപ്പം ഇത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഞാൻ അറ്റൻഡൻസ് എടുത്തോട്ടെ. ഈ ക്വസ്റ്റ്യൻ ഇപ്പം ഞാൻ ഇട്ടുതരാം. ഡൗട്ട് ഉള്ളത് നിങ്ങൾ അന്നേരം തന്നെ എന്നോട് വിളിച്ചു ചോദിക്കുക കേട്ടോ. ഓരോന്ന് നമുക്ക് ഇരുത്തി ഇങ്ങനെ ചെയ്യാനുള്ള സമയം ഇല്ലാത്തത് കൊണ്ടാണ്. തന്നെയല്ല, ഞാൻ ഈ ടാബിൽ എഴുതിക്കൊണ്ടിരുന്ന എൻ്റെ ആ എഴുതി നിങ്ങളെ കാണിച്ചുകൊണ്ടിരുന്ന വീഡിയോ എടുക്കുന്ന ആ പേന അങ്ങ് പോയി. ഇപ്പൊ ആ ഒരു സ്പീഡ് കിട്ടില്ല വേറെ എന്തുകൊണ്ട് എഴുതിയാലും. 20:31 അല്ലേ? അഭിഷേക്, present sir. അക്ഷയ് എം ബി ഇല്ല, അക്ഷയ് എം ബി ഇല്ല. അക്ഷയ് ഷാജി, അമൽദേവ്, ആരോമൽ, പ്രസന്റ് സാർ. അശ്വിൻ ആബ്സെന്റ്, ഷോൺ, Sir. ഷെറിൻ, ശിവകുമാർ ആബ്സെന്റ്, വൈശാവ് ഉണ്ട്, അമൽജിത്ത് ആബ്സെന്റ്. Present sir. അമൽദേവ് കേക്കാവോ? അമൽദേവ് ആബ്സെന്റ്. ഓക്കെ, ഇപ്പൊ ഞാൻ ഇപ്പൊ കണക്കിട്ട് തരാം. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. മനസ്സിലായല്ലോ അല്ലേ? Sir. ഓക്കെ, ഞാനിപ്പോ അത് കണക്കിട്ട് തന്നേക്കാം. ഇപ്പൊ ഉള്ള കണക്ക് ചെയ്യുക. എന്നിട്ട് എന്തൊക്കെയാ ഞാൻ സ്റ്റെപ്പ് വൈസ് ഇട്ടോളാം എഴുതാനുള്ളത്. ഗ്രൂപ്പിലേക്ക് ഇട്ടേക്കാം. ഓക്കെ എന്നാ, അപ്പൊ ശരി, താങ്ക് യു. Thank you, sir.